സർ, ഇപ്പോൾ നമ്മുടെ കേരളത്തെ സംബന്ധിച്ചിപ്പോൾ എല്ലാ ആഘോഷങ്ങളും, ഇപ്പോൾ ഓണം ആയാലും ക്രിസ്മസ് ആയാലും പെരുന്നാളായാലും ഒരുമിച്ച് ആഘോഷിക്കുന്ന ഒരു സംസ്കാരമാണ് പൊതുവെ. അതിപ്പോൾ ഹിന്ദു എന്നോ ക്രിസ്ത്യൻ എന്നോ മുസ്ലിം എന്നോ ഉള്ളൊരു വലിയ വ്യത്യാസമൊന്നുമില്ല. എനിക്കൊന്ന് സാറിൻ്റെ കുട്ടിക്കാലത്തും അങ്ങനെ തന്നെയായിരുന്നു. ഈ പുതിയ തലമുറയിലേക്ക് വന്നപ്പോൾ എന്തെങ്കിലും മാറ്റം തോന്നുന്നുണ്ടോ? ഒരു അധ്യാപകൻ എന്നുള്ള നിലയിൽ കൂടി ആലോചിച്ചു കഴിഞ്ഞാൽ മാറ്റം ഫീൽ ചെയ്യുന്നുണ്ട്. മുമ്പത്തെ പോലെ ഒരു അടുപ്പം വിവിധ മതസമുദായങ്ങൾ തമ്മിൽ അല്ലെങ്കിൽ അവരിലെ പുതിയ തലമുറകൾക്ക് തമ്മിൽ ഉണ്ടോ എന്നുള്ളത് എനിക്ക് സംശയമാണ്. എനിക്കൊക്കെ ഒരുപാട് സഹോദര സമുദായങ്ങളിലെ സുഹൃത്തുക്കളുണ്ടായിരുന്നു. പക്ഷെ അതുപോലെ പുതിയ കാലത്ത് എൻ്റെ മക്കൾക്കടക്കം അങ്ങനെ ഒരു സുഹൃത്ത് വലയം ഉണ്ടോ എന്ന് എനിക്ക് സംശയമാണ്. അങ്ങനെ വേണം. ആ കാര്യത്തിൽ നമ്മൾ പഴയ കാലത്തിലേക്ക് തിരിച്ചു പോകണമെന്നാണ് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുള്ളത്. ഇന്നും പെരുന്നാളിന് ഞങ്ങളുടെ വീട്ടിൽ ഞങ്ങളുടെ അയൽ വീട്ടുകാരായിട്ടുള്ള സഹോദര സമുദായങ്ങളിലെ പത്മകുമാർ, രാജേട്ടൻ, പ്രഭ, അവരൊക്കെ ഭക്ഷണം കഴിക്കാനുണ്ടാകും. എല്ലാം വിളമ്പി വെച്ചതിന് ശേഷം എൻ്റെ പിതാവ് അവരെയൊക്കെ ക്ഷണിക്കാൻ വേണ്ടിയിട്ട് എന്നെയോ അല്ലെങ്കിൽ മറ്റാരെങ്കിലുമോ ആയിരിക്കും പറഞ്ഞയക്കുക. അങ്ങനെ ഇപ്പോഴും ഞങ്ങൾ ആ ഒരു ആത്മബന്ധം കാത്തു സൂക്ഷിക്കുന്നുണ്ട്. ഞങ്ങളുടെ തൊട്ടടുത്ത വീട് ഒരു നായർ സമുദായത്തിൽപ്പെടുന്ന, ഞങ്ങളുമായി വളരെ വളരെ അടുപ്പമുള്ള, എനിക്കും ആ വീടിനും തമ്മിൽ മറയില്ല എന്ന് തന്നെ പറയാം. അത്രയും അടുപ്പത്തിലാണ് ഞങ്ങൾ ഇന്നും കഴിയുന്നത്. 4 മണിക്ക് പുലർച്ചെ അമ്മ എഴുന്നേൽക്കുന്നത് കണ്ടാണ് സുബഹി സമയത്ത് എൻ്റെ ഉമ്മയും എഴുന്നേൽക്കാറ്. അപ്പോൾ പലപ്പോഴും എന്നോട് എൻ്റെ ഉമ്മ പറയുമായിരുന്നു, കണ്ടില്ല അപ്പുറത്തെ വീട്ടിൽ എല്ലാവരും വളരെ നേരത്തെ എഴുന്നേൽക്കും, നിങ്ങളത് ശീലമാക്കണം. അങ്ങനെ ഞങ്ങൾ അയൽ വീട്ടുകാർ തമ്മിൽ അന്നുണ്ടായിരുന്ന ആ നല്ല ബന്ധം ഇന്നും തുടരുന്നു. മരണം വരെ അത് തുടർന്ന് കൊണ്ടുപോകണം എന്ന് തന്നെയാണ് ഞങ്ങളുടെ എല്ലാം ആഗ്രഹം. സാർ, ദൈവനാമത്തിൽ സത്യപ്രതിജ്ഞ ചെയ്തൊരു ആളാണല്ലോ. നമ്മുടെ ഇന്നത്തെ ഒരു ലൈഫിൽ പ്രാർത്ഥന എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണ് ഒന്ന് പറയാമോ? പ്രാർത്ഥന യഥാർത്ഥത്തിൽ ദൈവത്തിലേക്കുള്ള യാത്രയിൽ നമുക്ക് കരുത്തു പകരുന്ന ഒരു ഘടകം മാത്രമാണ്. ദൈവത്തിൻ്റെ സന്നിധാനത്തിലെത്താൻ മനുഷ്യനിലൂടെ മാത്രമേ കഴിയൂ. മനുഷ്യനെ സ്നേഹിക്കാതെ, ചുറ്റുവട്ടത്ത് ജീവിക്കുന്ന നമ്മളുടെ സഹജീവികളോട് സ്നേഹം കാണിക്കാതെ, അവരുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാതെ, അവരുടെ ബുദ്ധിമുട്ടുകൾക്ക് അന്ത്യം കുറിക്കാതെ, അറുതി വരുത്താതെ ഒരിക്കലും ഒരാൾക്കും കേവല ആരാധനാനുഷ്ഠാനങ്ങളിലൂടെ ദൈവത്തിൻ്റെ സന്നിധിയിലെത്താൻ കഴിയില്ല എന്ന് ഉറച്ചു വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. എല്ലാറ്റിൻ്റെയും കേന്ദ്രബിന്ദു മനുഷ്യനാണ്. മനുഷ്യനെ ബുദ്ധിമുട്ടിക്കുക, അവനെ പ്രയാസപ്പെടുത്തുക, അവൻ്റെ ബുദ്ധിമുട്ട് അകറ്റാതിരിക്കാൻ വേണ്ടി ശ്രമിക്കുക. ഇങ്ങനെ ചെയ്യുന്നവന് എത്ര വലിയ ആരാധനാകർമ്മങ്ങളിൽ അഭിരമിക്കുന്നവനായാലും അവന് സ്വർഗലബ്ധി സാധ്യമല്ല. അവന് ദൈവത്തിൻ്റെ സന്നിധിയിലെത്താൻ കഴിയുകയുമില്ല. ഇതിനൊക്കെ ഓരോരുത്തരെയും പ്രാപ്തമാക്കുന്ന ഒന്നായിരിക്കണം ആരാധനാകർമ്മങ്ങൾ. ആരാധനാലയങ്ങൾ കേവലം ആരാധന നിർവഹിക്കുന്ന ഒരു കേന്ദ്രം മാത്രമാകരുത്. ഒരു പാവപ്പെട്ട മനുഷ്യൻ തൻ്റെ ബുദ്ധിമുട്ട് ഒരു ആരാധനാലയത്തിൻ്റെ മുറ്റത്ത് ചെന്ന് നിന്ന് വിളിച്ചു പറഞ്ഞാൽ ആ ബുദ്ധിമുട്ട് അവിടെ വെച്ച് തീരണം. തീരുന്നില്ല എങ്കിൽ അതിൻ്റെ അർത്ഥം ആ ആരാധനാലയത്തിൽ പ്രാർത്ഥനയ്ക്ക് വരുന്നവർ കേവലം ലാബലൊട്ടിച്ച വിശ്വാസികൾ മാത്രമാണ് എന്ന് നമുക്ക് പറയേണ്ടതായിട്ട് വരും. അങ്ങനെ ഒരു സാഹചര്യത്തിലൂടെയാണ് നമ്മൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. പ്രവൃത്തിയേക്കാൾ അധികം അനുഷ്ഠാനങ്ങൾക്ക് പ്രാമുഖ്യം നൽകുന്ന വിശ്വാസധാരകളാണ് പലപ്പോഴും നമ്മളുടെ മുന്നിൽ മതങ്ങളായിട്ട് നിൽക്കുന്നത്. അതല്ല യഥാർത്ഥത്തിൽ മതങ്ങൾ. മതങ്ങൾ മനുഷ്യനെയാണ് ലക്ഷ്യമിടുന്നത്. മനുഷ്യൻ്റെ നന്മയും അവൻ്റെ വെൽഫെയറുമാണ്, ക്ഷേമവുമാണ് എല്ലാ മതങ്ങളും കാക്ഷിക്കുന്നത്. ആ ഒരു അർത്ഥത്തിൽ വിശ്വാസത്തെ എടുത്താൽ വിശ്വാസം നമുക്കിടയിൽ സ്നേഹത്തിൻ്റെയും സൗഹൃദത്തിൻ്റെയും പാലങ്ങളെ തീർക്കൂ. ഒരിക്കലും സംഘർഷത്തിൻ്റെയും കലാപത്തിൻ്റെയും വിഷവിത്തുകൾ അത് ജനങ്ങൾക്കിടയിൽ പാകില്ല. സാറ്, ഈ
മതസൗഹാർദ്ദത്തെയും സ്നേഹത്തെയും കുറിച്ചൊക്കെ പറഞ്ഞല്ലോ. അപ്പോഴാണ് എനിക്ക് ഓർമ്മ വന്നത് സാറിൻ്റെ ഈ ഇലക്ഷന് കെട്ടിവെക്കാനുള്ള കാശ് തന്നത് തവനൂരുള്ള വൃദ്ധസദനത്തിലെ മുത്തശ്ശന്മാരും മുത്തശ്ശിമാരും ആണെന്ന് ഒരു വാർത്ത കേട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർക്ക് എന്താണ് കെ ടി ജലീൽ എന്താണ് അവരെന്നുള്ളത് അതിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാകുന്നുണ്ട്. എത്രത്തോളം പ്രിയപ്പെട്ടതാണ് ആ അന്തേവാസികൾ, അതൊന്ന് പറയാമോ? തീർച്ചയായും തവനൂർ വൃദ്ധസദനത്തിലെ അന്തേവാസികളായിട്ടുള്ള അമ്മമാരും മുത്തച്ഛന്മാരും അവരുടെ ഒരു സാമീപ്യം ഒരുപാട് സന്തോഷമാണ് എനിക്ക് നൽകിയിട്ടുള്ളത്. ഞാൻ ചിലപ്പോൾ കരുതാറുണ്ട്, എൻ്റെ മാതാപിതാക്കളുടെയും അവരുടെയും ഒക്കെ പ്രാർത്ഥനയാണ്, അവരുടെയൊക്കെ പ്രാർത്ഥന മാത്രമായിരിക്കും ഒരുപക്ഷെ എന്നെ ഒരുപാട് പ്രയാസങ്ങളിൽ നിന്നും ബുദ്ധിമുട്ടുകളിൽ നിന്നും രക്ഷപ്പെടുത്തിയിട്ടുണ്ടാവുക. ഞാൻ ഇങ്ങനെ ഒരു സ്ഥാനത്തെത്താൻ വഴിപാടുകൾ നേർന്ന മുത്തശ്ശിമാരുണ്ട്. ദൂരദിക്കിലെ ക്ഷേത്രത്തിൽ വഴിപാടുകൾ നേർന്ന് ഞാൻ മന്ത്രിയായതിനു ശേഷം 93 വയസ്സായ അവിടുത്തെ ടീച്ചറമ്മ ഒരുപാട് കിലോമീറ്റർ യാത്ര ചെയ്ത് ആ ക്ഷേത്രത്തിൽ പോയി ആ വഴിപാട് മുഴുവൻ കഴിച്ച് മടങ്ങി വന്നു എന്നുള്ളത് ആർക്കാണ് മറക്കാൻ വേണ്ടി സാധിക്കുക? മതത്തിനും ജാതിക്കും അപ്പുറം അവർ എന്നെ സ്നേഹിക്കുകയും ഞാൻ അവരെ സ്നേഹിക്കുകയും ചെയ്യുമ്പോൾ മനുഷ്യകുലം ഒന്നാണ് എന്നുള്ള വലിയ ഒരു ബോധ്യമാണ് അത് ഞങ്ങളിലൊക്കെ ഉണ്ടാക്കുന്നത്. ആ വൃദ്ധസദനം കേവലം ഒരു സർക്കാർ സ്ഥാപനമല്ല എന്നെ സംബന്ധിച്ചിടത്തോളം. അത് എനിക്ക് ഊർജവും ആവേശവും ഒക്കെ പകരുന്ന ഒരു പ്രഭവ കേന്ദ്രമാണ്. അവിടെയുള്ള ആളുകളുടെ മോനെ എന്നുള്ള വിളി ഒരു വേള എൻ്റെ ഉമ്മയുടെ വിളിക്ക് സമാനമായ വിളിയായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. ആ ഒരു ആത്മബന്ധം അത് ഒരിക്കലും വേർപ്പെടുത്താനോ മുറിച്ചു മാറ്റാനോ കഴിയില്ല. അത്രമാത്രം അവരുമായി ഇടകലർന്നു പോയി 15 ദിവസത്തിലൊരിക്കലെങ്കിലും ഞാൻ അവിടെ പോകാറുണ്ട്. ഇപ്പോൾ ഈ മന്ത്രിയായി ഞാൻ ചുമതലയേറ്റതിന് ശേഷം എൻ്റെ ആദ്യത്തെ ഔദ്യോഗിക പരിപാടി തവനൂർ വൃദ്ധസദനത്തിലായിരുന്നു. അത് കഴിഞ്ഞ് വീണ്ടും ഒരിക്കൽ കൂടി ഞാൻ അവിടെ പോയി. ഓരോ 15 ദിവസം കൂടുമ്പോഴും അവിടെ പോകണം, അവരെ ഒന്ന് കാണണം. അതിൻ്റെ തൊട്ടടുത്ത് തന്നെ പ്രതീക്ഷാഭവൻ എന്ന് പറഞ്ഞ് മെൻ്റലി ചലഞ്ചഡ് ആയിട്ടുള്ള വിഭിന്ന ശേഷിയുള്ള കുട്ടികൾ, മുതിർന്നവർ അവരൊക്കെ താമസിക്കുന്ന ഒരിടമുണ്ട്. അവർക്കൊക്കെ ഞാൻ ഇന്നും അവർക്ക് ഏറ്റവും പ്രിയപ്പെട്ടവനാണ്. ഞാൻ അവിടെ ചെല്ലുമ്പോൾ അവരുടെ ഒരു ജ്യേഷ്ഠ സഹോദരൻ അല്ലെങ്കിൽ അവരുടെ ഒരു അനുജ സഹോദരൻ വന്ന പ്രതീതിയോടെ വലിയ സ്വാതന്ത്ര്യം എടുത്തുകൊണ്ടാണ് പെരുമാറുന്നത്. ആ സ്വാതന്ത്ര്യം അവരെടുക്കുമ്പോൾ ഞാൻ അനുഭവിക്കുന്ന ആത്മനിർവൃതി വാക്കുകളിൽ പറഞ്ഞറിയിക്കാൻ കഴിയാത്തതാണ്.